കരുവണ്ണൂർ കള്ളപ്പണക്കേസിൽ പ്രതികളുടെ ജാമ്യ നീക്കങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. 9ാം പ്രതി പി കിരണിന്റെ ജാമ്യാപേക്ഷയും തള്ളി. കലൂർ PMLA കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഇടക്കാല ജാമ്യാപേക്ഷയാണ് തള്ളിയത്. മുഖ്യ ആസൂത്രകൻ പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ റിമാൻഡിലുള്ള മറ്റ് 3 പ്രതികൾ പല തവണകളിലായി നൽകിയ ജാമ്യാപേക്ഷകൾ വിചാരണ കോടതി തള്ളിയിരുന്നു. മതിയായ ചികിത്സ നൽകാമെന്നും പി കിരണിന് ജാമ്യം നൽകരുതെന്നുമുള്ള ED വാദം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനായിരുന്ന പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. റിമാൻഡിലുള്ള PR അരവിന്ദാക്ഷൻ, CK ജിൽസ് എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് ED അന്വേഷണത്തിൽ കണ്ടെത്തിയ പി സതീഷ് കുമാറിന്റെ കൂട്ടാളിയായ പി കിരണിന്റെ ജാമ്യാപേക്ഷയെ വാദത്തിനിടെ കോടതിയിൽ ED ശക്തമായി എതിർത്തിരുന്നു. 2023 സെപ്റ്റംബർ 4-നാണ് പി സതീഷ് കുമാറും പി കിരണും അറസ്റ്റിലായത്. ബാങ്കുമായി നേരിട്ട് ബന്ധമില്ലാത്ത സതീഷ് കുമാറാണ് CPM ഭരണസമിതിക്ക് കീഴിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത്. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത 24 കോടി രൂപയിൽ 14 കോടി രൂപ കിരൺ കൈമാറിയത് സതീഷ് കുമാറിനായിരുന്നു. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 പ്രതികളുള്ള കേസിൽ 4 പേരാണ് അറസ്റ്റിലായി റിമാൻഡിൽ തുടരുന്നത്. പി സതീഷ് കുമാറിനും പി കിരണിനും പുറമെ CPM പ്രാദേശിക നേതാവും കൗൺസിലറുമായ PR അരവിന്ദാക്ഷൻ, ബാങ്ക് മുൻ അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവരാണ് റിമാൻഡിലുള്ളത്. സമൻസ് ലഭിച്ച് ഹാജരായ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾ കലൂർ PMLA കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു. ജനം, കൊച്ചി.